ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വർക്കൗട്ട് വീഡിയോകളൊന്നും തന്നെ ചെയ്യുന്നില്ല. എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി വർക്കൗട്ട് വീഡിയോസുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമത്തിൻ്റെ വീഡിയോസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തന്നത്. ഏകദേശം 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 40,000-ഓളം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാറായിട്ടുണ്ട്. അത് കണക്ക് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ചാനൽ മുമ്പോട്ടും പോകുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യൂട്യൂബിൽ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് സംഭവിച്ച ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ ബോഡിയിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം വർക്കൗട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളമായി, അല്ല എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായി. ഞാനിപ്പോൾ ഈ 1 വർഷമായിട്ട് ഒരു തരത്തിലുള്ള വ്യായാമങ്ങളും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ബോഡിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. ഓക്കെ. നമ്മൾ ഈ മരുന്നുകളും അല്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെൻസുകളൊക്കെ ഉപയോഗിക്കാതെ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ ശരീരത്തിന് ഒരു വലിയൊരു ഫാറ്റ് കയറ്റമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും നല്ല ഒരു ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വർക്കൗട്ട് ചെയ്യാതെ പോലും. നിങ്ങൾ എൻ്റെ ഈ ബോഡിയൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അല്പം മസിൽ ലോസ് വന്നിട്ടുണ്ട്, അത് സത്യമാണ്. കാരണം വെച്ചാൽ കൈയുടെയൊക്കെ ഒരു സൈസൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു മാസമൊന്നും ഇപ്പോൾ ഇല്ല. കാരണം വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പമ്പിങ്ങും അതിനൊക്കെയുള്ളൊരു പുഷ്ടിയും കാണും. നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് മസിൽ ലോസ് ഉണ്ടാകും. പ്രത്യേകിച്ച് 1 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾക്കായിട്ട് ഉള്ള വീഡിയോസ് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, വ്യായാമം അല്ലെങ്കിൽ വർക്കൗട്ട് ഞാനും തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത് ജിമ്മുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിമ്മുണ്ട്. പക്ഷേ എനിക്ക് ജിമ്മിൽ പോകാൻ അത്ര ഒരു താല്പര്യം വരുന്നില്ല ഇപ്പോൾ. വീട്ടിൽ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങും മറ്റുള്ള എക്സസൈസുകളും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ചെയ്ത് തുടങ്ങണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മളും നല്ല ഒരു ഫിറ്റായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ വീട്ടിൽ തന്നെ എല്ലാ എക്യുപ്മെൻറ്റ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. ഓക്കെ. ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ആ ഒരു വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നോക്കിയേ, വലിയൊരു ഫാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെയൊക്കെ വിസിബിൾ ആയിട്ടില്ല. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പം ഉണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഫാറ്റൊക്കെ വലുതായിട്ട് കയറിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമ്മുടെ ആ ഒരു മസിലിൻ്റെ സൈസ് അല്ലെന്നുണ്ടെങ്കിൽ മസിൽ ലോസ് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. മസിൽ ലോസൊക്കെ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. വീണ്ടും പഴയ പോലെ കണക്ക് തന്നെ ഒന്ന് ആയി വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ആ ഒരു വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കായിട്ട് ഇനിയും നല്ല നല്ല വീഡിയോയിലോട്ട് ഞാൻ വരും. അപ്പം പ്രത്യേകിച്ച് ഈ പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക പ്രായമായിട്ടുള്ള ആൾക്കാരും എന്ത് വ്യായാമം ചെയ്യണം, അല്ലെ എന്ത് ചെയ്താലാണ് അവർക്ക് നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രയോജനം, വ്യായാമങ്ങൾ കണ്ടിട്ട് ബെനിഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഞാനപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കൊരാഗ്രഹമുണ്ട്, നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങാൻ. ആരോഗ്യത്തെയൊക്കെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ അംഗത്വം എടുക്കാം. ഓക്കെ. അതിന് നമുക്ക് പൈസ ഒന്നും വേണ്ട. ഓക്കെ. ഫ്രീ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനൊരു സമയം ഞാൻ പറയാം. ഏകദേശം എനിക്ക് പകലൊന്നും സമയം കിട്ടില്ല. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പം പകൽ എനിക്ക് സമയം കിട്ടില്ല. അപ്പം രാത്രി ഒരു ഏകദേശം ഒരു 7 മണി 8 മണി സമയത്തൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കാം വാട്സപ്പ് വഴിയൊക്കെ. ഓക്കെ. അപ്പം ഞാൻ ഈ നമ്പർ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമോ, ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാരൊക്കെ, അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, എനിക്ക് കമൻസിൽ പല ആൾക്കാരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ആർക്കും അങ്ങനെ അധികം റിപ്ലൈ കൊടുക്കുക എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. നിങ്ങൾ ക്ഷമിക്കുക. അപ്പം തീർച്ചയായിട്ടും
ഞാൻ ഈ കാണിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാം, ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ വഴി നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമുക്ക് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങാതെ നമ്മുടെ ശരീരത്തെ നല്ല ഭക്ഷണവും അതേപോലെ തന്നെ നല്ല വ്യായാമവും ചെയ്തുകൊണ്ട് പരമാവധി നമുക്ക് കാത്തു സൂക്ഷിക്കാം. പിന്നെ അസുഖങ്ങൾ വരത്തില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഏകദേശം ഒരുപാട് വർഷങ്ങളായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണ്. അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈയിടെയായിട്ടുണ്ടായ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ ലോവർ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം ഇങ്ങനെയൊന്നും വന്നൊരു ഫിറ്റ്നസ് വീഡിയോ ചെയ്യുന്നവരും പറയില്ല. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. എനിക്ക് യാതൊരു മടിയില്ല. അപ്പം എനിക്കിപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോവർ ബാക്ക്, ഞാൻ ലോവർ ബാക്ക് പെയിനൊക്കെ മാറ്റുന്ന എക്സസൈസുകൾ വരെ ഒരുപാട് നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് ലോവർ ബാക്ക് നല്ല പെയിനാണ്. ഓക്കെ, ഞാനപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഫിറ്റ്നസ് ട്രെയിനർമാരൊന്നും ആരും ഇങ്ങനെ പറയില്ല. കാരണം വെച്ചാൽ അവർക്ക് നാണക്കേടാണ്. ഓക്കെ, അവർ സത്യങ്ങൾ ഒരിക്കലും പറയാറില്ല. അപ്പം ഞാനൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് വെച്ചാൽ ഡിസ്ക് തേയ്മാനമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഭാരമേറിയ വർക്കൗട്ട് എന്ന് വെച്ചാൽ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ടൊക്കെ പോലുള്ള വർക്കൗട്ട് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഓക്കെ, പക്ഷേ ഞാനത് മാറ്റും. കാരണം ഇപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട്. എനിക്ക് ഇരുന്നിട്ട് നേരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എന്നാലും സാരമില്ല, ഞാൻ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. എനിക്ക് സത്യം പറയണം. ഓക്കെ, അതുകൊണ്ടാണ് ഒരിക്കലും ഒന്നും മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കില്ല. അപ്പം അതിന് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ കൊടുക്കുന്നുണ്ട് അത് മാറി കിട്ടാനായിട്ട്. അപ്പം ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.